പുലിപ്പൂരം. തൃശൂരിൽ ഇന്ന് പുലിയിറങ്ങും. നഗരത്തെ ആവേശം കൊള്ളിക്കാൻ ഇത്തവണ 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലിക്കളിക്ക് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. പാട്ടുപുരയ്ക്കൽ ദേശത്തിൻ്റെ പുലിമടയിൽ നിന്ന് CV അനുമോദും അതോടൊപ്പം തന്നെ ഐഷത്തുൽ ഷംന പൂങ്കുന്നം സീതാറാം മിൽ ദേശത്തു നിന്നുമാണ് ചേരുന്നത്. ആദ്യം ഷംനയിലേക്ക്. ഷംന, പൂങ്കുന്നം സീതാറാം മിൽ ദേശത്തിനോടൊപ്പമാണ് ഷംന ഇപ്പോൾ ഉള്ളത്. ഒരുക്കങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സീതാറാമിൽ പുലിമടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ചുറ്റിലും ഇങ്ങനെ വെറൈറ്റി പുല്ലിപ്പുലികളും വരയംപുലിയും ഒക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഇതാ ഇപ്പോൾ അവരുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് അതിൻ്റെ അവസാനഘട്ട പണികളിലാണ്. ആ പെയിന്റ് ഉണങ്ങാനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഒപ്പം ഇപ്പോൾ ഒരു വരയംപുലിയുണ്ട്. ചേട്ടാ, എത്ര വർഷമായി പുലി വേഷം? 10 വർഷം. 10 വർഷമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ഇല്ല. സിനിമയിലൊക്കെ 2 സിനിമകളിൽ പോയിട്ടുണ്ട്. പുലിവേഷം കണ്ടിട്ട്? ആ, പുലിവേഷം, കാര്യസ്ഥലിലും അതേപോലെ ശിവാജി സിനിമയിലൊക്കെ ഫുൾ ആവേശമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇതൊന്നും ആയിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ആവേശം കൂടും. അതിന് ആവേശത്തിന് മരുന്ന് വന്നിട്ടില്ല. മരുന്ന് വന്നാൽ ഓക്കെ ആവും. ചേട്ടാ, ചേട്ടൻ ഇത് പുലിയാ? പുലിപ്പുലിയാ? ഞാൻ വരയംപുലി. വരയംപുലി. പെയിന്റ് ഉണങ്ങാൻ വേണ്ടി നിർത്തിയേക്കാം. ഉണങ്ങി വരയ്ക്കാൻ പറ്റുള്ളൂ. എത്ര വർഷമായി ഇപ്പൊ? ഞാൻ 1 വർഷം. ഇത് 2ാമത്തെ പ്രാവശ്യമാണോ? 2ാമത്തെ പ്രാവശ്യം. പാട്ട് പാടും? പുലിപ്പാട്ടായാലോ? പാട്ട് വേണ്ട. ചേട്ടാ, ഈ അഭിലാഷ്, പ്രത്യേകിച്ച് ഈ പുലി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫിഗറാണ് എല്ലാം. അപ്പോ നമുക്ക് ഇവിടെ മൊത്തം ഈ സീതാറാമിൽ ദേശത്ത് മൊത്തം നല്ല ലക്ഷണമൊത്ത പുലികളാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചേട്ടാ, എത്ര വർഷമായി ഇപ്പൊ? ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ആവേശം വരണുള്ളൂ. സെറ്റാവും. എത്ര നേരം ഇതിപ്പോ തുടങ്ങിയിട്ട്? എത്ര നേരം? 6 മണി തൊട്ട് തുടങ്ങിയതാ. 6 മണി തൊട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങാൻ നിൽക്കുവാണ് അല്ലേ? അപ്പൊ ഈ നേരം ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ആ ക്ഷീണമൊന്നുമില്ല, പക്ഷെ ഫുൾ വരാനിരിക്കുന്ന ആവേശത്തിലാണ്. വൈകിട്ട് വരെ ഇതേ എനർജി ഉണ്ടാവും. പാട്ടാലോ? പാട്ടൊന്നും എനിക്കറിയില്ല. ചേട്ടൻ ഇവിടെ തൃശ്ശൂരുകാരൻ തന്നെയാ? എന്താണ് ഈ പുലിക്കളിനെ കുറിച്ചിട്ട്? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 200ഓളം വർഷത്തിന്റെ എല്ലാ കാര്യത്തിനും എയിമല്ലോ. പൂരായാലും പുലിക്കളിയായാലും എല്ലാത്തിനും ഞങ്ങള് സെറ്റായിട്ട് നിൽക്കുന്നത്. ആദ്യമായിട്ടാന്ന് മാത്രം വേഷമുണ്ട്. എല്ലാ പ്രാവശ്യവും ആഘോഷത്തിന് നടക്കലായിരുന്നു പണി. ഇപ്പൊ പ്രാവശ്യം ആദ്യമായിട്ട് വേഷമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ്. മൊത്തം എത്ര പുലികളുണ്ട് സീതാറാമിൽ? 52-51 പുലിയുണ്ട്. ഫുൾ വെറൈറ്റി പുലി, പുള്ളിപ്പുലി, വരയംപുലി, പിന്നെ സിംഹമുണ്ട്. അങ്ങനെ കുറെ പുലികള് മാത്രമല്ല, അപ്പൊ സിംഹം എല്ലാരും ഉണ്ട്. ഫുൾ എനർജിയാണ് ഇവിടെ, ഫുൾ വൈബാണ്. ചേട്ടൻ നേരത്തെ അവിടെ പാട്ട് പാടുന്ന കേട്ടോ, അല്ല ഉഷാറാക്കിട്ട്. അതുപോലെ നമുക്കൊരു പാട്ട് ഇപ്പൊ വയ്യ. രാവിലെ തൊട്ട് ഇങ്ങനെ നിന്ന് എനർജി ഇല്ല. ചെരുപ്പും എല്ലാം സെറ്റ് ആണല്ലോ. എത്ര വർഷമായി? 6 വർഷമായി. 6 വർഷമായി. ഒരു ആവേശമാണോ? എങ്ങനെ ഇങ്ങനെ ഒരു പുലിവേഷം കെട്ടാൻ ഇത്രയും ഒരു ആവേശം? അല്ലെങ്കിൽ ഒരു തൃശ്ശൂര് സത്യമണ്ണില് ഈ പുലിവേഷം നല്ലൊരു നല്ല ആമറായിട്ട് നടത്താനുള്ള പരിപാടിയാണ്. ഇതൊരു പൂരാണ്. പുലിക്കളി മാതിരിയല്ല, പൂരം മാതിരിയാണ്. അഭിലാഷേ, നമ്മുടെ കൂടെ ഒരു പെൺപുലിയും കൂടി ഉണ്ട്, നിമിഷ. നിമിഷനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, യൂട്യൂബർ ആണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ടീമിൽ തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? എന്താ പറയുന്നത്? സൂപ്പർ, അടിപൊളി. ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പെൺപുലിയാവാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇപ്രാവശ്യം വന്നപ്പോ ഒന്നുകൂടെ ആവേശമാണ്. പിന്നെ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായതിന്റെ ചെറിയൊരു വിഷമൊക്കെയാണ്. കാരണം ഇല്ലാന്നൊക്കെ പറഞ്ഞ് പുലി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ നമ്മളെ വർഷത്തിൽ ഒരിക്കലും നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ഹരായ പുലികൾ ഇല്ലാതായപ്പോ ഒരു വിഷമം വന്നു.
വീണ്ടും അത് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. തുള്ള റെഡി ആയിട്ട് നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എനർജിയിൽ ആണ്. അപ്പം ഒരുപാട് സ്ത്രീകളെ നമ്മുടെ ഈ ഒരു അവസരങ്ങൾ കൊടുക്കുക, പുലിയായിട്ട് ഇറങ്ങാനായിട്ട് എല്ലാ ടീമിലും പെൺകുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ പെൺപുലികളാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു പുലി. എല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിൽ ഒരു പുലിയുണ്ട്. അത് പുറത്തിറക്കട്ടെ, എല്ലാവരും വരൂ, കമോൺ. നിമിഷമൊക്കെ അവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. നിമിഷിനെ കുറിച്ച് ഞാൻ എന്തോ കേട്ടു, നിമിഷ വേറൊരു ടീമിന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അയ്യന്തോട് ടീമിന്റെ കൂടെ ഇറങ്ങിയപ്പോൾ നമുക്ക് കുറച്ചൊരു പ്രശ്നങ്ങൾ വന്നു. തലേ ദിവസം വരെ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് രാവിലെ ആയപ്പോഴാണ് നമ്മൾ അവരെ ഇറക്കണ്ടെന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ നമുക്കൊരു വേഷം തന്നൊരു ടീമാണ് സീതാറാം മിൽദേശം. അപ്പൊ എനിക്ക് അവരുടെ കൂടെ ഇറങ്ങാനാണ് ഇഷ്ടവും. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കുറെ നാളുകൾക്ക് മുന്നേ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെ വേറെ ചക്കാമുക്ക് ടീമിന്റെ അവരാണ് വിളിച്ചത്. പക്ഷെ അതിൽ ജിതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും അഡ്വാൻസോ കാര്യങ്ങളോ നമുക്ക് തരണം, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോഴാണ് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നത്. അപ്പൊ തന്നെ ഇവരെന്നെ വിളിച്ചിട്ട് ഇവിടെ വെയിറ്റിംഗിലാണ് ആൾക്കാർ, വായോ എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവര് പറയുന്നത് നിമിഷം അവസാന നിമിഷം ആരും മാറേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ എന്താ പറയാ, ഉള്ളതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്റെ ആൾക്കാർക്കറിയാം, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. കാലും മാറേണ്ട കാര്യം. കാലും മാറി ഞാനിങ്ങനെ ഒന്ന് ഇത്രയും ടീമിനോട് ഹാപ്പി ആയിട്ട് നിൽക്കും അവിടെ. അതെ. അപ്പം എന്തായാലും ഒരുങ്ങാൻ പോവാണ്. അതെ. എപ്പോ എത്തി? അതന്നെ, ഒരുപാട് സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുത്താൽ തീരാനുള്ള പ്രശ്നമേ ഇതുള്ളൂ. ഒരുപാട് പെൺകുട്ടികൾ പുലികളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് ജ്വരമായിട്ട് നിൽക്കണം ഒരുപാട് പേരുണ്ട്. എന്നോട് തന്നെ എന്താ പറയാ, ഒരുപാട് പേര് വന്ന് പറയാൻ, ചേച്ചി എനിക്ക് തരുമോ, എന്നെയും കൂടെ ഇറക്കും, എന്നെയും കൂടെ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനല്ലേ ഇതൊന്നും തീരുമാനിക്കുന്നത്. അപ്പൊ പെൺപുലി കൂട്ടം തന്നെ ഇറങ്ങാം. അപ്പൊ ഈ പ്രശ്നത്തിൽ എല്ലാം പരിഹാരമാവും. അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ഒരുങ്ങിട്ട് കാണാം. ഫുൾ ആവേശത്തിന്. റൈറ്റ്. അങ്ങനെ പെൺപുലികൾ ഉൾപ്പെടെയാണ് അവിടെ ഐഷുത്തുൽ ഷംന റിപ്പോർട്ട് ചെയ്യുന്ന ദേശത്തിന്റെ ഒപ്പം ഉള്ളത്. എങ്കിൽ ഇനി CV അനുമോദിലേക്ക് പോകുമ്പോൾ, അനുമോദ് പാട്ടുരയ്ക്കാൽ ദേശത്തിന്റെ പുലിമടയിൽ ആണ് അനുമോദ് ഉള്ളത്. അവിടെയും കാഴ്ചകൾ കളർഫുള്ളാണ്. അനുമോദ്, എത്രത്തോളം ഒരുക്കങ്ങൾ നടക്കുന്നു? ആ സംഘത്തിൽ എത്ര പേരാണ് പുലിവേഷം കെട്ടുന്നത്? അഭിലാഷ്, നമ്മൾ പാട്ടരായ്ക്കലിന്റെ ടീമിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പാട്ടരായ്ക്കലിന്റെ പുലികളൊക്കെ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. മറ്റ് പുലിമടകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വർണ്ണാഭമായ, കുറച്ചുകൂടി വ്യത്യസ്തമായ പുലികളൊക്കെ ഇവിടെ ഉണ്ട്. രഘുട്ട നമ്മുടെ ഒപ്പം ചേരും. രഘുട്ട, നമ്മൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് നമ്മൾ ഈ വീണ്ടും കളത്തിലിറങ്ങുന്നത് അല്ലേ? അതെ. ഞങ്ങളൊരു 17 വർഷത്തിന് ശേഷമാണ് പുലിക്കളി ഈ വർഷം ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ അതിന്റെ കാരണം? കാരണം എന്താണെങ്കിൽ ഇതിനൊരു മാൻ പവറാണിത്. ആ മാൻ പവർ കുറയുമ്പോൾ സംഘങ്ങൾ പിന്മാറുന്നത്. കാരണം അത്രയധികം ആൾക്കാർ, പ്രവർത്തകരുണ്ടായാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊണ്ടുപോകാനുള്ള കാര്യം വലിയ എളുപ്പമല്ല. ഇത്തവണ ഞങ്ങൾ ദേശമായതുകൊണ്ട് എല്ലാ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അത് കാരണം ഇങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട്? എന്താ പുലികളുടെ പ്രത്യേകത? നമ്മളെ പ്രത്യേകത അത് ഞങ്ങൾ റൗണ്ടിലെത്തുമ്പോഴാണ്. ഉണ്ട്. അത് റൗണ്ടിലെത്തുമ്പോഴാണ് അതിന് പറയാൻ പറ്റുള്ളൂ. ഞാൻ മറ്റു പടകളൊക്കെ പോകുമ്പോഴേ അവിടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അല്പം നല്ല കളർഫുള്ളായ പുലികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെ. അപ്പൊ അത്തരത്തിൽ ഇനിയും സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ച പുലികളാണോ? അല്ല. ഇത് ഞങ്ങൾ 51 പുലികളായിട്ടാണ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ റൗണ്ടിൽ ഞങ്ങൾ 5 മണിക്ക് എത്തും. നായക്കനാല് ഫ്ലാഗ് ഓഫ് ഞങ്ങൾക്കാണ്. ആദ്യത്തെ സംഘം ഞങ്ങളാണ്. 5 മണിക്കാണ് ടീമൊക്കെ എത്തും. ഒരു 40 അംഗ ടീമിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പുലികളിലോട് പോയിട്ട് വരാം. ഇതാണ് നമ്മളൊരു കുട്ടിപ്പുലിയോടെ ചേരുന്നുണ്ട്. എന്താണ് കുട്ടിപ്പുലിയുടെ പേര്? ഇഷാൻ. ആദ്യമായിട്ടാണോ മോൻ? അല്ല, എല്ലാ വർഷവും കെട്ടാറുണ്ടോ? എത്രാമത്തെ തവണ? 4ാമത്തെ തവണയാണോ? എത്രയല്ല പഠിക്കണേ? 8ലായപ്പോഴേക്കും 4 തവണ പുലിവേഷം കെട്ടിക്കഴിഞ്ഞു. എന്താ അതിന്റെ കാര്യം? എന്താ അത്ര ഇഷ്ടമാണോ പുലിവേഷം കെട്ടുന്നത്? എവിടെ ഇതിനു മുമ്പ് ഏത് ടീമിന്റെ കൂടെ ആയിരുന്നു? കോട്ടൂർ ടീമിന്റെ കൂടെ. ഇതിപ്പോ ഏത് പുലിനെ കെട്ടാനോ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇപ്പൊ? വരയൻ പുലിയാണോ? അപ്പൊ വയറില്ലാത്ത പുലി എന്നൊക്കെ പറയും ആൾക്കാര്. മസിലാണല്ലോ ഉള്ളത്. മസിലൊക്കെ ഉണ്ടല്ലോ. മസിലം പുലിയാണല്ലേ? സ്റ്റെപ്പൊക്കെ പഠിച്ചോ? അടിപൊളി. നമുക്കിതാ വേറെ നല്ല രസമുള്ളത് ഒരു റോസ് പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. മഞ്ഞ പുലി. ഈ പുലിയുടെ മറ്റിടത്ത് കാണാത്തൊരു പുലിയാണല്ലോ. ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനെ ഒരു വേഷത്തില്. ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഒരു 15 വർഷമായി. 15 വർഷമായിട്ടുള്ളതാണ്. ഓരോ വർഷം കഴിയുന്നതോറും പുലിയുടെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. ഞാൻ ലാസ്റ്റ് ഇട്ടത് കരിമ്പുലി, പിന്നെ ഈ സിൽവർ പുലി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ
പിന്നെ കൂടുതൽ ഇട്ടേക്കുന്നത് ഇവരുടെ സാധാരണ പുലി അതായിരുന്നു വരയമ്പുലി പുള്ളിപ്പുലിയൊക്കെ ആയിട്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുലിവേഷം കെട്ടിൽ വലിയ ഇതുവല്ല, രാവിലെ മുതൽ നമ്മളിങ്ങനെ നമുക്ക് ഒരു 4 മണി വരെങ്കിലും ഇങ്ങനെ നിക്കണം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നമ്മുടെ സ്വരാജ് റൗണ്ടിലേക്ക് നമ്മുടെ ആവേശത്തിന് കയറുന്നത്. അതാണ് അതിനുള്ള ഊർജം സംഭരിച്ചു വെക്കുകയാണ് നമ്മളിപ്പോ തന്നെ. അതാണ് നമ്മളൊരു ആവേശം. ഇത്രയും കാലം നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് പിടിച്ചു നിർത്തിയതും ഒക്കെ അതിന്റെ ഒരു ആവേശമാണല്ലോ. മറ്റിടങ്ങളിലൊക്കെ പോകാറുണ്ട് പുലികൾ? ഞാൻ പോകാറുണ്ട്. ഞാൻ കോട്ടയത്ത് പോയിട്ടുണ്ട്, മൈലിപ്പാടം. പിന്നെ ഇതേപ്പോ ഞാൻ ലാസ്റ്റ് ഇട്ടത് സമയത്താണ് വിയ്യൂര് ഗിന്നസ് റെക്കോർഡൊക്കെ അടിച്ചു. മറ്റേ പെൺവേഷറയ്ക്ക് ആദ്യമായിട്ട് പെൺവേഷറയ്ക്ക് അവർക്കൊരു ഇത് കിട്ടി. കപ്പൊക്കെ അവർ തന്നെ കൊണ്ടുപോയത് അന്നത്തെ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ ഒന്ന് വിട്ടു നിന്നു ഈ ഫീൽഡിൽ. അതേപ്പോ വീണ്ടും തിരിച്ച് രംഗത്തേക്ക് ശരിക്കും നമുക്ക് നമ്മളെ പോലെ വയറുള്ളവർക്കൊക്കെ സാധാരണഗതിയിൽ എന്താ വയർ വെക്കണ ചോദിക്കുക, എന്നോടൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ദിവസം പുലികൾക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ? കാരണം ഇന്നത്തെ ഒരു ദിവസം തടിയുണ്ടോ തടിയില്ലെന്നോ അവർ നോക്കില്ല. പുലികള് അതാണ് ഫോട്ടോ എടുക്കണം, അവരുടെ കൂടെ 4 തുള്ളണം, അതൊക്കെ ഒരു ആവേശമാണ്. ഇപ്പൊ എന്റെ നാട്ടില് മിനിയാന്ന് പുലിക്കളി ഉണ്ടായിരുന്നു, പുലിക്കളിയും കുമ്മാട്ടിയും കൂടിയിട്ട്. അതില് പുലിയുടെ പെങ്കൊച്ച് ആളുടെ കൊച്ച് അവരുടെ കൂടെ ഒന്ന് അടുക്കിലെന്ന് ഭയങ്കര തുള്ളലായിരുന്നു. അതൊരു അരന്നാണ് ഈ പുലിക്കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്. നമ്മളിപ്പോ ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ല, ഞാൻ സ്വാഭാവികമായി ഭക്ഷണത്തിന്റെ ഒക്കെ തടി വെച്ച് അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ വെളി വരുമ്പോ വരുന്നു. എന്തായാലും ഉഷാറാവട്ടെ, ബാക്കി കൂടി പണി ഇറക്കട്ടെ. ചേട്ടന് എല്ലാ വർഷവും ചേർന്നാണോ? ഞാൻ 2 വർഷമായി. ഇന്ന് ഏത് വേഷ കിട്ടുന്ന പുലിയുടെ? ഇന്ന് വരയമ്പുലി. വരയമ്പുലിയാണ്. എല്ലാ വർഷവും വരയമ്പുലിയുടെ സ്റ്റെപ്പൊക്കെ ഒരേപോലെ തന്നെ. ഏത് പുലിയാണ്? നമുക്ക് കളിച്ച് നന്നായി കളിക്കണം, അങ്ങനെയുള്ള പ്രൈസ് എടുക്കണം, അങ്ങനെയൊക്കെ. വേറൊരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ പുള്ളിപ്പുലിയാണ് അല്ലേ? പുള്ളിപ്പുലിയുടെ പുള്ളിപ്പുലി ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അല്ലേ? എല്ലാ വർഷവും കിട്ടുന്നതാണോ പുലി? ഇത്തവണ അവര് ഇറക്കത്തില്ല അല്ലേ? കഴിഞ്ഞോ? ഇത് വരയമ്പുലി അല്ലേ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതിന്റെ ഇടയില്? നിന്ന് കഴിക്കാൻ പറ്റുമോ? അത് കുഴപ്പമൊന്നുമില്ല. കഴിച്ചിട്ടില്ല, ഇനിയുണ്ട്. ഉണങ്ങാനുള്ള പണിയിൽ നോക്കണം. ഇതിന്റെ ഒരു മുകളിൽ വേണം അടിക്കാൻ അല്ലേ? ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കൂടി ഉണ്ട് പണി. ഇത് കഴിച്ചിട്ടാണ് തുള്ളാൻ വേണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണത്. ആ താളത്തിലാണ് വരാൻ നിൽക്കണത്. എല്ലാ കൊല്ലം കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 4ാമത്തെ കൊല്ലാണ്. ശരിക്കും ഈ പുലിയുടെ പുലിക്കൊട്ടിന്റെ താളങ്ങ് വരുമ്പോ പിന്നെ ഒരു കൊട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുള്ളിക്കൊണ്ടിരിക്കും ആൾക്കാര്. ക്ഷീണം അറിയില്ല. ശരിക്കും ഒരു 4 മണിക്കൂറുള്ള വലിയ ഇതല്ലേ? അതെ. ഇവിടുന്നൊക്കെ റൗണ്ടിലേക്ക് കയറാന്ന് നടന്നു പോണ്ടേ? തുള്ളി പോണ ഇവിടുന്ന്. തുള്ളി റൗണ്ട് അടിച്ചുകൊണ്ട് വരണ്ടേ? ചെരുപ്പിട്ട് നടക്കണ സുഖം. നമുക്ക് ഈ പുലിമടയുടെ മറ്റു കാഴ്ചകളിലൂടെ കാണാൻ പറ്റും. തീർച്ചയായും നമുക്ക് പുലിമടകളിൽ നിന്നുള്ള കാഴ്ചകൾ ആണ് അനുമോദും ഷംനയും പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. വരും വാർത്തകൾ ഇതിന്റെ തുടർച്ച. ഇന്ന് പുലികളിയുടെ സമഗ്രമായ കവറേജ് ആണ് ന്യൂസ് 18 നൽകുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ വർഷത്തിലൊരിക്കൽ ഇന്ന് വയറന്മാരുടെ ദിനം ആണ്. അങ്ങനെ വയർ എന്ത് ചെയ്താലും കുറയ്ക്കില്ല എന്ന വാശിയോടെ ഒരു വർഷം നിൽക്കുന്ന തൃശ്ശൂരുകാരുടെ സ്വന്തം ഉത്സവം. തൃശ്ശൂരിൽ മാത്രമല്ല പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഈ കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നു.